നമസ്കാരം, ഞാൻ വിനോദ്. പൈനിയർ സ്റ്റഡീസിന്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇതെന്റെ ആദ്യത്തെ വീഡിയോയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും PSC ഉദ്യോഗാർത്ഥികൾക്കും ഇംഗ്ലീഷ് ഗ്രാമർ വശമില്ലാത്ത ഏവർക്കും വളരെ ലളിതമായി ആസ്വാദ്യകരമായി ഇംഗ്ലീഷ് ഗ്രാമർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശ്യം. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം, ഇംഗ്ലീഷ് ഗ്രാമർ ഞങ്ങൾക്ക് എന്നും ഒരു ബാലികേറ മലയാണ്, പിന്നെ എങ്ങനെ ഇത് മനസ്സിലാക്കി എടുക്കുമെന്ന്. നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട. എൻ്റെ 2-3 ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം മാത്രം തീരുമാനിക്കുക ഇംഗ്ലീഷ് ഗ്രാമർ ഒരു ബാലികേറ മലയാണോ അല്ലയോ എന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോഴൊരു സംശയം ബാക്കി, കടൽ പോലെ കിടക്കുന്ന ഈ ഇംഗ്ലീഷ് ഗ്രാമർ എവിടെ നിന്ന് തുടങ്ങണമെന്ന്. നിസ്സംശയം ഞാൻ പറയുന്നു, നമുക്ക് ടെൻസിൽ നിന്ന് തുടങ്ങണം. എങ്കിൽ മാത്രമേ റിപ്പോർട്ടർ സ്പീച്ച്, പാസീവ് വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സെന്റൻസ് തുടങ്ങി ഏതും വശമാക്കണമെങ്കിൽ ടെൻസുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ടെൻസിന് മുമ്പ് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. നാളെ മുതൽ നമുക്ക് ടെൻസ് പഠിച്ചു തുടങ്ങാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി ഞാൻ ഈ ബോർഡിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വിശദമാക്കി തരാം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ആദ്യത്തെ വ്യക്തി, ഫസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യമാണെന്ന് നമുക്കറിയാം. സെക്കൻഡ് രണ്ടാമത്തെ, തേർഡ് മൂന്നാമത്തെ. അപ്പോൾ ഒന്നാമത്തെ വ്യക്തി, രണ്ടാമത്തെ വ്യക്തി, മൂന്നാമത്തെ വ്യക്തി എന്നാണ് ഇത്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഈ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, ഏകവചനം ഏതാണ്? ഐ, ഞാൻ. ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പം ഏകവചനം സിംഗുലർ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഏതാണ്? ഐ. ഇനി എൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൂട്ടുകാരുണ്ട്, 3-4 പേര് കൂടുതലുണ്ടെങ്കിൽ ഞാൻ എന്ന് പറയില്ല, അതിന് പറയും ഞങ്ങൾ എന്ന് പറയും. അതിനാണ് വി, പ്ലൂറൽ, ബഹുവചനം അല്ലേ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഏതാണ്? ഐ. പ്ലൂറൽ ഏതാണ്? വി. അതുപോലെ സെക്കൻഡ് പേഴ്സൺ നീ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നീ ആണല്ലേ. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നമുക്ക് കാണാവുന്ന ഒരാളെ ഉള്ളെങ്കിൽ നീ എന്ന് പറയും. അപ്പൊ അതാണ് സെക്കൻഡ് പേഴ്സൺ. അതിന് ഇംഗ്ലീഷ് ഏതാണ്? യു. ഇനി നിന്റെ കൂട്ടത്തിൽ ഒന്ന് കൂടുതൽ പേരുണ്ടെങ്കിൽ എന്തെന്ന് പറയും? നിങ്ങൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയണം. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയണം? യു എന്ന് തന്നെയാണ്, അത് മാറ്റമില്ല. യു, യു. ഇപ്പൊ സെക്കൻഡ് പേഴ്സൺ സിംഗുലറും പ്ലൂറലും യു തന്നെയാണ്. അപ്പോൾ അടുത്തത് തേർഡ് പേഴ്സൺ. ഇവരെ സൂക്ഷിക്കണം, ഇവര് നമ്മുടെ ഒരു മാർക്ക് കളയുന്ന പലപ്പോഴും. തേർഡ് പേഴ്സൺ സിംഗുലർ ആരൊക്കെയാണ് തേർഡ് പേഴ്സൺ സിംഗുലർ എന്ന് അറിയാവോ? ഹി, ഷീ, ഇറ്റ്. അവൻ, അവൾ, അത് അല്ലെ ഇത്. ഹീക്ക് പകരം രാജു എന്നാകാം, ഷീക്ക് പകരം വീണ എന്നാകാം, ഇറ്റിന് പകരം ചേർന്നോ ക്യാറ്റെന്നോ ഒക്കെ ആകാം. പക്ഷെ ഒന്നേ കാണാവുള്ളൂ. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്. ശ്രദ്ധിച്ചോണം, അവർ പെശകാണ്. നമുക്ക് ടെൻസ് ഒക്കെ പഠിക്കുമ്പോൾ വളരെ ആവശ്യമുണ്ട് അവർ. ഇനി അവൻ അല്ലെങ്കിൽ അവള് അതൊക്കെ ഒന്നി കൂടുതൽ പേരുണ്ടെങ്കിൽ എന്തെന്ന് പറയും? ദേ, അവർ എന്ന് പറയും അല്ലെ. അവൻ ഒരാളെ ഉള്ളെങ്കിൽ ഹീ എന്നാ പറയണ്ടത്. പക്ഷെ അവന്റെ കൂട്ടത്തിൽ കൂട്ടുകാരുണ്ടെങ്കിൽ എങ്ങനെ പറയണം? ദേ, അവർ, പ്ലൂറൽ. അപ്പൊ ഇതൊന്നുകൂടെ പറയാം. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ, പ്ലൂറൽ വി. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു, പ്ലൂറലും യു. തേർഡ് പേഴ്സൺ സിംഗുലർ ഹി, ഷീ, ഇറ്റ്. പ്ലൂറലോ ദേ. ഇത് ആണ് ഈ കാര്യങ്ങൾ. ഇനി ഇവിടെ ഒരു സെന്റൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ബാബു ബീറ്റ്സ് രാജു. ബാബു രാജുവിനെ അടിക്കുന്നു. ഇതിൽ സബ്ജക്റ്റ് എന്ത്, വെർബ് എന്ത്, ഒബ്ജക്റ്റ് എന്ത് എന്ന് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അല്ലാണ്ട് സബ്ജക്റ്റ് കാണാതെ പഠിക്കണം, വെർബ് കാണാതെ പഠിക്കണം എന്നുള്ളത് ഇപ്പോഴല്ല, പിന്നീട് വിശദമായിട്ട് പഠിക്കാം. ഇപ്പൊ ബാബു എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അവരാണ് ഇതിന്റെ സബ്ജക്റ്റ്. ആരാണ്? ബാബു ആണ് ഇവിടെ അടിക്കുന്നത് അല്ലെ രാജുവിനെ. അപ്പം ബാബുവാണ് സബ്ജക്റ്റ്. ഇനി ബാബു ചെയ്യുന്ന പ്രവൃത്തി എന്തോ അതാണ് വെർബ്. വെർബ് എന്ന് വെച്ചാൽ ക്രിയ അല്ലെ. അതാണ് ബീസ്, അടിക്കുക. ബാബു എന്താ ചെയ്യുന്നത്? അടിക്കുക ചെയ്യുന്നത് അല്ലെ. അതാണ് വെർബ്. ഇനി ഈ അടി ആർക്കിട്ടാണ് കൊള്ളുന്ന? പാവം രാജുവിനിട്ടാ അല്ലെ. അപ്പൊ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് ആരോ അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയും. ഇപ്പൊ ബാബു ബീറ്റ്സ് രാജു എന്ന് പറഞ്ഞാൽ ബാബു ആണ് സബ്ജക്റ്റ്, ബീറ്റ്സ് ആണ് വെർബ്, രാജു ആണ് ഒബ്ജക്റ്റ്. ഇത് നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം. ഇപ്പോൾ നമുക്ക് ടെൻസ് പഠിക്കാൻ ആവശ്യത്തിന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഇനി വേറെയാണ് ഒരു കാര്യം, വെർബുകൾ എന്ന് പറയും. വെർബുകളിൽ ത്രിമൂർത്തികൾ ഉണ്ട്.
നമ്മൾ പുരാണത്തിൽ ത്രിമൂർത്തി ഉള്ളതുപോലെ വെർബ് 1 ഉണ്ട്, വെർബ് 2 ഉണ്ട്, വെർബ് 3 ഉണ്ട്. പ്രസന്റ്, പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള വാക്കൊന്നും പഠിക്കണ്ട. വെർബ് 1, വെർബ് 2, വെർബ് 3. അതിലും ചുരുക്കി പറയാം വെർബ് V1, V2, V3 എന്ന്. അത് എല്ലാ ക്രിയകൾക്കും ഉണ്ട്, എല്ലാ വെർബിലും ഉണ്ട്. ഇവിടെ ഒരെണ്ണോ ഞാൻ പറയുന്നുള്ളൂ, എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം. ഗോ പോകുന്നു, വെന്റ് പോയി, ഗോൺ പോയിട്ടുണ്ട്. ഇങ്ങനെ 3 രൂപ ഏതിനുണ്ട്. റൈറ്റ്, റോഡ്, റിട്ടേൺ, സീ, സോ, സീൻ, ഇങ്ങനെ ഏത് പ്രവൃത്തികൾക്കും 3 രൂപ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതിലൊരെണ്ണം മാത്രം ഞാൻ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് പിന്നീട് കൂടുതൽ പഠിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മറിച്ച് നോക്കാൻ പറ്റും. ഈ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടെൻസ് ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇത് നമ്മൾ ചെയ്ത് പഠിക്കും, അപ്പോൾ മനസ്സിലാക്കാം. ഇത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ, പ്ലൂറൽ വി. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ വ്യൂ, പ്ലൂറൽ യു. തേർഡ് പേഴ്സൺ സിംഗുലർ ഹി, ഷീ, ഇറ്റ്, പ്ലൂറൽ ദേ. ഇത്രയും പ്രധാനമായിട്ടുള്ള ടെൻസിന് വേണ്ട കാര്യങ്ങൾ. ഇതാണ് ടെൻസിന് മുമ്പ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. നാളെ മുതൽ നമ്മൾ ടെൻസാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ എൻ്റെ ക്ലാസ് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.